ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് കർക്കിടകം 1. മലയാളികളായ നാമെല്ലാം പണ്ടു മുതൽ പഞ്ഞമാസം എന്ന് പഴിചുമത്തി വിളിക്കുന്ന മാസമാണ് കർക്കിടകം. സകല ഐശ്വര്യങ്ങളുമായി വരാൻ പോകുന്ന പുതുവർഷത്തിന്റെ നാന്ദിയാണ് കർക്കിടകം. ഐശ്വര്യത്തിന്റെ സന്ധ്യാദീപം തെളിയിച്ച് നമുക്ക് കർക്കിടക സന്ധ്യയെ വരവേൽക്കാം. കൈലാസത്തിൽ ശിവപാർവതിമാർ ഒന്നിച്ചിരിക്കെ ശ്രീരാമാവതാരത്തെക്കുറിച്ച് അറിയാൻ ഉമ താല്പര്യം പ്രകടിപ്പിക്കുന്നു. അതനുസരിച്ച് മഹേശ്വരൻ കഥ പറയുന്ന തരത്തിലാണ് അധ്യാത്മരാമായണം രചിച്ചിരിക്കുന്നത്. ശ്രീ കാവാലം ശ്രീകുമാറിന്റെ അനുഗ്രഹീത കണ്ഠത്തിലൂടെ നമുക്ക് കേൾക്കാം ഉമാമഹേശ്വര സംവാദം. രാമ 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 പാഹി മാം. കൈലാസാചലേ സൂര്യകോടി ശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ഭാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ. സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി, സർവലോകവാസ സർവേശ്വര മഹേശ്വര, സർവ ശങ്കര ശരണാഗത ജനപ്രിയ, സർവേശ ജഗന്നായക കാരുണ്യാബ്ധേ. അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കിലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പു. ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുവടി തന്നോടാകാംക്ഷ പരവശചേതസ ചോദിക്കുന്നു. കാരുണ്യം എന്നെക്കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാന ജ്ഞാനവൈരാഗ്യാദി ഭക്തിലക്ഷണം സാഖ്യയോഗഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദികർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടി അരുൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷം അകതാരിലേറ്റവുമുണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂലം അന്ധത്വം തീർന്നുകൂടി ചേതസി ജഗൽപതേ. ശ്രീരാമദേവൻ തൻ്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരം ആഗ്രഹമുണ്ടു. ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാംബുധേ കനിഞ്ഞരുളി ചെയ്തിടണം. ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലതു ചൊൽവാൻ. ഈശ്വരി കാത്യായനി പാർവതി ഭഗവതി
ശാശ്വതനായ പരമേശ്വരനോടീ വണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവൽ ഭക്തി നാഥേ. ശ്രീരാമദേവ തത്വം കേൾക്കണമെന്നു മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നം എന്നോടിതാരും ചോദ്യം ചെയ്തില്ല, ഞാനും നിന്നാണെ കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മതത്വാർത്ഥമറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്ത്യതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതി തൻ കാരണൻ ഏകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തനാദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗദുത്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വയനാദ്യനജൻ ഔവ്യയൻ ആത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകനീശൻ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാതമ സംവൃതമാകമൂലം സീതാ രാഘവ മരുത്സൂനു സംവാദം മോക്ഷസാധനം ചൊൽവൻ നാഥേ കേട്ടാലും തെളിഞ്ഞു നീ. രാമ 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 പാഹി മാം. രാമൻ പ്രപഞ്ചനാഥനായ പരമാത്മാവാണെന്നും മായയാൽ കേവലം മനുഷ്യനാണെന്ന് തോന്നുകയാണെന്നും ഉമയോട് മഹേശ്വരൻ പറയുന്നു. അതാണ് ശ്രേഷ്ഠ ഭാരതം എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് സുപരിചിതനായ ശ്രീ രാഹുൽ നമുക്കായി ഇന്ന് വിശദീകരിക്കുന്നത് കേൾക്കാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമസ്തേ. വീണ്ടും ഒരു രാമായണ മാസം കൂടി വന്നെത്തിയിരിക്കുകയാണ്. രാമനാമം കൊണ്ട് മുഖരിതമായിട്ടുള്ള ഓരോ ഗൃഹവും ഇനി രാമായണ ശീലുകൾ കൊണ്ടുകൂടി നിറയാൻ പോവുകയാണ്. രാമായണത്തിൻ്റെ ഏതാനും ചില ഭാഗങ്ങളിലൂടെ നമുക്ക് ഒന്ന് കടന്നു പോകാം. 2 രാമായണങ്ങൾ, അധ്യാത്മരാമായണം കിളിപ്പാട്ട് മലയാളത്തിലുള്ളത്, മൂലസംസ്കൃതമായിട്ടുള്ള വാൽമീകി രാമായണം. 2 രാമായണങ്ങളുടെയും പ്രത്യേകത, 2ൻ്റെയും ബീജം, തുടക്കം സംവാദത്തിൽ നിന്നാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ട് പൂർണ്ണമായിട്ടും സംവാദത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഉമാമഹേശ്വരന്മാർ തമ്മിലുള്ള, ജഗത്പിതാവും ജഗജ്ജനനിയും തമ്മിലുള്ള സംവാദമാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ടിൻ്റെ നാഡി. വാൽമീകി രാമായണമാണെങ്കിൽ തുടക്കം, ആ കഥാബീജം വരുന്നത് നാരദരും ആദികവിയായിട്ടുള്ള വാൽമീകി മഹർഷിയും തമ്മിലുള്ള സംവാദമാണ്. ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ കൈമാറ്റം സംവാദത്തിലൂടെയാണ്. ഒരാൾ പറയുന്നു, ഒരാൾ കേൾക്കുന്നു എന്നതിലുപരി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിച്ച് ആശയങ്ങൾ കൈമാറി ജ്ഞാനത്തിൻ്റെ കൈമാറ്റമാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം. അങ്ങനെയുള്ള ഉമാമഹേശ്വര സംവാദത്തിലൂടെയാണ് നമ്മൾ ആരംഭിക്കുന്നത്. കൈലാസപർവ്വതത്തിൽ രത്നപീഠത്തിൽ ഉപവിഷ്ടനായിട്ടുള്ള സാക്ഷാൽ ജഗത്പിതാവായിട്ടുള്ള ആ പരമേശ്വരനോട് പാർവതീദേവി പറയുകയാണ്,
അല്ലയോ മഹാദേവ, കാരുണ്യവാരിധേ, സർവ്വജഗത്തിലും വസിക്കുന്ന അങ്ങ്, സർവ്വജഗത്തിൻ്റെയും പിതാവായിട്ടുള്ള അങ്ങ് ഭക്തന്മാരിൽ കാരുണ്യം ഉള്ളവനാണ്, കരുണാവിലാസമുള്ളവനാണ്. എത്ര ഗുഹ്യമായിട്ടുള്ള തത്വമാണെങ്കിൽ പോലും മഹാനുഭാവന്മാരായിട്ടുള്ള വ്യക്തികൾ ഭക്തരുടെ ശുശ്രൂഷയും ഭക്തിയും കണ്ടിട്ട് അവർക്കത് പറഞ്ഞു കൊടുക്കും. മഹാനുഭാവന്മാരായിട്ടുള്ള വ്യക്തികളുടെ പ്രത്യേകത അതാണ്. അവർ ഒരാൾക്ക് ഉപദേശം കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടല്ല, മറിച്ച് അത് പ്രപഞ്ചത്തിൻ്റെ ആകമാനം ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടിയാണ്. ഇവിടെ ദേവിക്ക് നൽകിയിട്ടുള്ള ശ്രീരാമതത്വത്തിൻ്റെ ഉപദേശം മലയാളത്തിൽ അധ്യാത്മരാമായണം കിളിപ്പാട്ടായിട്ടും സംസ്കൃതത്തിൽ അധ്യാത്മരാമായണം മൂലസംസ്കൃതമായിട്ടും നമുക്ക് ലഭിച്ചു. ഇതാണ് മഹത്തുക്കളുടെ ഉപദേശത്തിൻ്റെ പ്രത്യേകത. അത് സ്വീകരിക്കുന്ന ആളിലേക്ക് മാത്രമല്ല, പ്രപഞ്ചത്തിൻ്റെ ഉന്നമനത്തിന് കൂടി വേണ്ടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ദേവി പറഞ്ഞു, അങ്ങ് മുന്നേ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ജ്ഞാന വിജ്ഞാന വൈരാഗാദികൾ, ഭക്തി ലക്ഷണങ്ങൾ, തീർത്ഥസ്നാനത്തിൻ്റെ ഫലം, ദാനധർമ്മത്തിൻ്റെ ഫലം, ക്ഷേത്രോപവാസത്തിൻ്റെ ഫലം, വർണ്ണാശ്രമധർമ്മങ്ങൾ, അങ്ങനെ പലവിധം കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു തന്ന് ബന്ധനത്തിൽ നിന്ന് എന്നെ മുക്തയാക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും മനസ്സിൽ ഒരാഗ്രഹമുണ്ടായിട്ടുള്ളത് ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ തത്വം അറിയണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദേവി ഭഗവാനോട് ചോദിക്കുന്നത് ശ്രീരാമചന്ദ്രസ്വാമിയുടെ ചരിതമല്ല, മറിച്ച് രാമതത്വമാണ്. രാമായണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് നൽകിയിട്ടുള്ള ഉപദേശം, ഈ രാമായണ കഥ, രാമൻ്റെ ചരിതം, അത് പൂർണ്ണമായിട്ടും രാമതത്വമാണ്. അത് സ്വാംശീകരിക്കാനുള്ള ബോധത്തോടെയാണ് നമ്മൾ രാമായണത്തെ സമീപിക്കേണ്ടത്. രാമകഥയിൽ, രാമചരിതത്തിൽ ആത്യന്തികമായിട്ട് ആ ശുദ്ധബ്രഹ്മസ്വരൂപമായിട്ടുള്ള ശ്രീരാമചന്ദ്രസ്വാമിയെയാണ് നമ്മൾ സ്വാംശീകരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ദേവിയോട് പറഞ്ഞു, എന്നോട് മുന്നേ ഇതാരും ചോദിച്ചിട്ടില്ല. സാക്ഷാൽ ഭഗവാനിൽ ഏറ്റവും കൂടുതൽ ഭക്തിയുള്ളവൾ നീ മാത്രമാണ്. ദേവിയുടെ ഭക്തി വളരെ പ്രസിദ്ധ. അതിനു മുന്നേ ദേവി ഭഗവാന്റെ തത്വം ചോദിക്കുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു രീതിയിലാണ്. ഭഗവാനെ, എനിക്ക് മനസ്സിൽ അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്, എന്നാലും ഞാൻ ഈ ഉപദേശത്തിന്, ഈ രാമതത്വത്തിന് പാത്രീഭൂതയാവാൻ യോഗ്യയാണെങ്കിൽ മാത്രം എനിക്ക് ഉപദേശിച്ചു തരിക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവും, പക്ഷേ ആ അറിവിനെ നേടാൻ, ആ അറിവിനെ സ്വാംശീകരിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ എന്നുള്ള ആത്മവിശകലനം, അതാണ് ആദ്യം വേണ്ടത്. ദേവി അതാണ് ആദ്യം നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, മുന്നേ എന്നോട് ഇതാരും ചോദിച്ചിട്ടില്ല, ഞാൻ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടുമില്ല. നീയാണ് എന്നോടിത് ആദ്യമായിട്ട് ചോദിക്കണത്. അതുകൊണ്ട് നിനക്ക് ഞാൻ ഭഗവാന്റെ തത്വം ചുരുക്കി പറഞ്ഞു തരാം. അങ്ങനെ ആ സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ തത്വം ചുരുക്കി പറഞ്ഞു കൊടുക്കുകയാണ്. ആ ചുരുക്കി പറഞ്ഞു കൊടുക്കലിൽ നിന്നാണ് രാമായണം വികസിക്കുന്നത്. അതേമാതിരി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആ ഭഗവാന്റെ സ്വരൂപം, ഭഗവാന്റെ മഹിമ വികസിച്ച് വരട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഹരി ഓം. കേവലം ചില ശബ്ദങ്ങൾക്ക് ആത്മീയവും ഭൗതികവുമായ പരിവർത്തനത്തിന് കാരണമാകാൻ കഴിയുമെന്നും അത് കാലക്രമത്തിൽ ഒരു സമൂഹത്തെ തന്നെ നേർവഴിക്ക് നയിക്കാൻ കഴിയുമെന്നുമുള്ള സന്ദേശം ആ കഥയാണ് രാമകഥാമൃതം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. കാണാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. രാമകഥാമൃതത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് കർക്കിടകം 1-ാം തീയതിയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം കർക്കിടകം 1 എന്നുള്ളത് രാമായണ മാസാചരണത്തിന് തുടക്കം കുറിക്കുന്ന ദിവസമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രാമായണം നമ്മളുടെ പാരമ്പര്യമാണ്. എത്രയോ വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് രാമായണത്തിൻ്റെ പാരമ്പര്യം പിന്തുടരുന്നൊരു പ്രദേശമാണ് കേരളം. നമ്മളുടെയൊക്കെ വീടുകളിൽ എന്തെങ്കിലും ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പായി രാമായണം ഗ്രന്ഥം പത്ത് നോക്കി ഫലം പറയുന്ന രീതിയൊക്കെ പണ്ടുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന സമയത്ത് അവരുടെ മരണാനന്തര ക്രിയകൾക്ക് മുമ്പായി ആ വീട്ടിൽ ആ ദുഃഖത്തെ ശമിപ്പിക്കാനായി രാമായണം വായിച്ച് കേൾപ്പിക്കുന്ന രീതിയും പണ്ടേ കേരളത്തിലുണ്ട്. ആ ഗ്രന്ഥത്തിൻ്റെ മാഹാത്മ്യം കേരളത്തിൽ ഇത്രയധികം കേമപ്പെട്ട രീതിയിൽ ഉയർന്നു വരാൻ കാരണമായിട്ടുള്ള മഹാത്മാവിനെ സ്മരിക്കാതെ ഒരു നിമിഷം പോലും രാമായണ മാസക്കാലത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അത് സാക്ഷാൽ നമ്മുടെ ഭാഷാപിതാവായിട്ടുള്ള തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്ന മഹാത്മാവാണ്. ഏറ്റവും കൂടുതൽ രാമായണത്തിൻ്റെ പാരമ്പര്യം നമ്മളിൽ നിറച്ചു വെച്ചത് ഒരു മഹാനായ ഋഷിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് വാൽമീകി എന്നാണ്. ആ വാൽമീകി മഹർഷിയെ കൂടി സ്മരിച്ചുകൊണ്ട് വേണം രാമായണ മാസത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാമകഥാമൃതത്തിൻ്റെ അധ്യായത്തിൽ വാൽമീകി മഹർഷിയുടെ കഥയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. നമുക്കറിയാം,
വാൽമീകി എന്നുള്ള പേര് അദ്ദേഹത്തിന് പിന്നീട് ലഭിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ പേര് രത്നാകരൻ എന്നായിരുന്നു. അദ്ദേഹം വനവാസിയായിരുന്നു, ജന്മം കൊണ്ട് ബ്രാഹ്മണനായിരുന്നു എന്നുള്ള വ്യാഖ്യാനമൊക്കെ ഉണ്ട്. എന്തായാലും അദ്ദേഹം കാട്ടിലാണ് കഴിഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജോലിയോ പിടിച്ചുപറി, കൊള്ള തുടങ്ങിയതൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവനോപാധി. ഈ സമയത്ത് അദ്ദേഹം ഒരു വിവാഹം കഴിക്കുന്നു. ഒരു കിരാത സ്ത്രീയാണ് വിവാഹം കഴിച്ചത്. അതിൽ അദ്ദേഹത്തിന് കുട്ടികളുണ്ടായി. ആ കുടുംബം അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു. കാരണം അദ്ദേഹം എന്ത് കാര്യം ചെയ്യുമ്പോഴും കരുതുക, ഇതുകൊണ്ട് എൻ്റെ കുടുംബത്തിന് നല്ലത് വരുമല്ലോ എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ എല്ലാ സമയത്തും ഏറ്റവും കൂടുതൽ അധർമ്മപരമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്ത് അദ്ദേഹം ജീവിതം മുന്നോട്ട് നയിച്ചു. ഒരിക്കൽ അദ്ദേഹം ഈ കൊള്ള തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ അവിടേക്ക് സപ്തർഷികൾ കടന്നു വന്നു എന്നാണ്. ഇപ്പം എല്ലാവരെയും കണ്ട അദ്ദേഹം ആയുധം കാണിച്ച് തടഞ്ഞു നിർത്തും. അവരുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് തന്നിട്ട് പോകാൻ പറയും. അങ്ങനെയാണ് സാധാരണ പതിവ്. സപ്തർഷികളോടും പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്തൊക്കെയാണോ ഉള്ളത് അത് എന്നെ ഏൽപ്പിച്ചിട്ട് തിരിച്ചു പോയിക്കോളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ സപ്തർഷികൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഞങ്ങൾ ഇപ്പോൾ താപസഭാവത്തിലാണ്, ഞങ്ങളുടെ കയ്യിൽ സ്വത്തുക്കളൊന്നുമില്ല, എങ്കിലും ഞങ്ങൾക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പിടിച്ചുപറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? ഇതുകൊണ്ട് അങ്ങക്ക് എന്ത് ഗുണമാണ് കിട്ടുന്നത്? ഇത് അങ്ങ് എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്? ഈ ചോദ്യങ്ങളൊക്കെ സപ്തർഷികൾ ഇദ്ദേഹത്തോട്, രത്നാകരനോട് ചോദിച്ചു. രത്നാകരൻ പറഞ്ഞത്, ഇതാണ് കാലങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ചെയ്യുന്നത് വെറും സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. എൻ്റെ കുടുംബമാണ് എൻ്റെ എല്ലാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നതും എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ഉത്തരമാണ് അദ്ദേഹം കൊടുത്തത്. ആ സമയത്ത് ഒരു ചിരിയോടുകൂടി സപ്തർഷികൾ പറഞ്ഞു, താങ്കൾ ഒരു കാര്യം ചെയ്യൂ, താങ്കളുടെ വീട്ടിൽ ചെന്ന് ഭാര്യയോടും മക്കളോടും ചോദിക്കൂ. താങ്കൾ ഈ കൊടുക്കുന്നതൊക്കെ അവരാണല്ലോ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൂടെ ലഭിക്കുന്ന പാപവും അതിൻ്റെ പങ്കും അവർ അനുഭവിക്കുമോ എന്ന് ചോദിച്ചു വരൂ എന്നാണ് സപ്തർഷികൾ രത്നാകരനോട് പറഞ്ഞത്. അതിനെന്താ, എനിക്ക് യാതൊരു സംശയമില്ല, എൻ്റെ വീട്ടുകാർ ഞാൻ ചെയ്യുന്ന പാപം ആയിക്കോട്ടെ പുണ്യം ആയിക്കോട്ടെ ഇതിൻ്റെയൊക്കെ ഫലം അവരേറ്റെടുക്കുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല എന്ന് സപ്തർഷികളോട് പറഞ്ഞു. അദ്ദേഹത്തോട് വീണ്ടും സപ്തർഷികൾ നിർബന്ധിച്ചു, എന്നാലും താങ്കളൊന്ന് ചോദിച്ചിട്ട് വരൂ, ഞങ്ങൾ ഇവിടെ കാത്തു നിൽക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ രത്നാകരൻ പ്രതീക്ഷയോടുകൂടി വീട്ടിൽ ചെന്ന് ഭാര്യയോട് ചോദിച്ചു, ഭാര്യയെ, ഞാനിങ്ങനെ കുറേ പാപമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നിനക്ക് അറിയാലോ, അതുകൊണ്ട് തന്നെ ആ പാപത്തിൻ്റെ ഫലം കൂടെ നിങ്ങളെല്ലാവരും അനുഭവിക്കുമല്ലോ എന്ന്. അദ്ദേഹത്തെ നിരാശപ്പെടുത്തിക്കൊണ്ട് ആ ഭാര്യ പറഞ്ഞ വാക്ക് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്നാണ് സ്വന്തം ഭാര്യ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. അപ്പോഴാണ് അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായത്, ഇത്ര നാൾ താൻ ചെയ്തതൊക്കെ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു, ഏത് പക്ഷത്താണ് ഞാൻ നിലനിന്നത്. ഇതൊക്കെ മനസ്സിലാക്കി അദ്ദേഹം പശ്ചാത്താപത്തോടു കൂടി സപ്തർഷികളെ നമസ്കരിക്കുന്നു. എനിക്ക് തിരുത്താൻ ഒരവസരം തരണമെന്ന് പറയുന്നു. ആ തിരുത്താനുള്ള അവസരമായി അദ്ദേഹത്തിന് രാമമന്ത്രം ഉപദേശിച്ചു. പക്ഷേ ദീർഘനാളുകളായിട്ട് അധർമ്മം ചെയ്യുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് രാമ എന്ന ശബ്ദം പുറത്തേക്ക് വന്നില്ല എന്നാണ്. അതുകൊണ്ട് പ്രയാസപ്പെടുന്നത് കണ്ട രത്നാകരനെ കണ്ട് ആ മന്ത്രത്തെ മറ്റ് പലതരത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട് ആചാര്യന്മാർ. നമ്മളിവിടെ മര എന്നുള്ള ശബ്ദം ഉപയോഗിക്കാൻ പറഞ്ഞു എന്നാണ് പൊതുവിൽ പറയാറുള്ളത്. അത് പിൽക്കാലത്ത് രാമ 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 എന്നായി മാറുകയും അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ചുറ്റും ഒരു ചിതൽപ്പുറ്റ് വന്ന് മൂടുകയും ആ തപസ്സിന് ശേഷം ആ ചിതൽപ്പുറ്റിൽ നിന്ന് പുറത്ത് അദ്ദേഹം രത്നാകരൻ എന്നുള്ള പൂർവാശ്രമത്തിൽ നിന്ന് വാൽമീകി എന്ന മഹാത്മാവിൻ്റെ കർമ്മപദത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു തിരു അവതാരം ഉണ്ടായി എന്നുമാണ് സങ്കല്പം. അദ്ദേഹത്തെ നാരദ മഹർഷി കാണുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഈ ലോകത്തെ ഏറ്റവും ധർമ്മിഷ്ഠനായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ മഹർഷി എന്ന്. കൗന്യസ്മിൻ സമൃദ്ധം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ എന്നാണ്. ഏറ്റവും ധർമ്മിഷ്ഠനായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത്? അപ്പോൾ നാരദ മഹർഷി കൊടുക്കുന്ന മറുപടിയാണ്, ദേവന്മാർക്കിടയിൽ അങ്ങനെ ഒരാളില്ല, മനുഷ്യന്മാർക്കിടയിലുണ്ട്, ഇക്ഷ്വാകു വംശത്തിലെ രാമൻ എന്ന്. ആ ഒറ്റ മറുപടിയിൽ നിന്നാണ് രാമകഥ വാൽമീകി മഹർഷി നമുക്ക് പകർന്നു തന്നത്. സീതാദേവിയുടെ പരിത്യാഗത്തിന് ശേഷം സീതയെയും ലവനെയും കുശനെയൊക്കെ സംരക്ഷിച്ചത് വാൽമീകി മഹർഷിയാണ് നമുക്കറിയാം. രാമായണത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആ രാമായണം എന്ന് പറയുന്ന മഹത്തായുള്ള ഗ്രന്ഥം നമുക്ക് സമ്മാനിച്ച വാൽമീകി മഹർഷിയെ സ്മരിച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ രാമകഥ നമുക്ക് കേൾക്കാൻ സാധിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അടുത്ത രാമകഥയുമായി നാളെ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ഏതൊരു ക്ഷേത്രത്തിലെത്തുമ്പോഴും തൻ്റെ ആത്മചൈതന്യമാണ് അതിനുള്ളിൽ എന്ന് തിരിച്ചറിയുമ്പോഴാണ് പൂർണ്ണമായ തൃപ്തി ലഭിക്കുക. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം.
കനക് ഭവൻ. ഐതിഹ്യ വിശ്വാസങ്ങളുടെ സ്മാരകമായി അയോധ്യയിൽ ആകമാനം ചിതറിക്കിടക്കുന്ന നിരവധി ക്ഷേത്രങ്ങളും പുണ്യസ്ഥാനങ്ങളുമുണ്ട്. അവയിലൊന്നായ ഗോൾഡൻ പാലസ് രാംകോട്ടിന്റെ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രോൽപത്തിയെ സംബന്ധിച്ചുള്ള ഐതിഹ്യം ത്രേതായുഗത്തിൽ തുടങ്ങുന്നു. സീതാരാമ വിവാഹം കഴിഞ്ഞ വേളയിൽ സീതയ്ക്കും രാമനും താമസിക്കാനായി കൈകേയി സമ്മാനിച്ച കൊട്ടാരമാണിത് എന്നാണ് വിശ്വാസം. ത്രേതായുഗം പിന്നിട്ടപ്പോൾ കേടുപാടുകളാൽ ക്ഷയോന്മുഖമായിരുന്നു കനകഭവനം. ദ്വാപരയുഗത്തിൽ സാക്ഷാൽ ശ്രീകൃഷ്ണനാണ് ആദ്യമായി കനകഭവനം കേടുപാടുകൾ തീർത്ത് മനോഹരമാക്കിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ചരിത്രത്തിനപ്പുറമുള്ള പ്രവർത്തനങ്ങൾ കേവലം വിശ്വാസങ്ങളിൽ മാത്രം ഒതുങ്ങുമ്പോൾ മധ്യകാലഘട്ടത്തിൽ വിക്രമാദിത്യൻ ഇത് പുനർനിർമ്മിച്ചു എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നു. വളരെ നാളുകൾക്ക് ശേഷം റാണി വൃഷഭാനു കുൻവാരിയാണ് ഇന്ന് കാണുന്ന ഘടനയിലുള്ള ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചത്. ശ്രീകോവിലിലെ പ്രധാന വിഗ്രഹങ്ങൾ രാമന്റെയും സീതയുടേതുമാണ്. രാജസ്ഥാൻ വാസ്തുശൈലിയാണ് ഇതിന്റെ നിർമ്മിതിയിൽ സ്വീകരിച്ചിരിക്കുന്നത്. കനകഭവന്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിക്കപ്പെട്ടിരുന്ന 3 ജോഡി വിഗ്രഹങ്ങളും ഇന്ന് ശ്രീകോവിലിനുള്ളിലാണ് വച്ചാരാധിക്കുന്നത്. ശ്രീകോവിലിലെ വിഗ്രഹങ്ങൾ സ്വർണ്ണ കിരീടങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. അയോധ്യയിൽ രാമജന്മഭൂമി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന തീർത്ഥാടന കേന്ദ്രമാണിത്. രാമനവമി, സീതാനവമി എന്നിവയ്ക്ക് പുറമെ സീതാരാമ വിവാഹ വാർഷികമായി കണക്കാക്കപ്പെടുന്ന വിവാഹ പഞ്ചമിയും കനകഭവനിലെ പ്രധാന ആഘോഷമാണ്. രാവിലെ 8 മണി മുതൽ 12 മണി വരെയും വൈകുന്നേരം 4:30 മുതൽ 9:30 വരെയുമാണ് ക്ഷേത്രം തുറന്നിരിക്കുന്നത്. ലൗകികതയും ആധ്യാത്മികതയും തുല്യ പ്രാധാന്യത്തോടെ കൊണ്ടുപോകുന്ന ഭക്തർക്ക് ദർശനത്തിന് ഏറ്റവും ഉചിതമായ സ്ഥാനമാണിത്. ഒരു ഉയർന്ന തറയ്ക്ക് മുകളിൽ പണിഞ്ഞിരിക്കുന്ന ഈ ക്ഷേത്രത്തിന് മുകളിൽ ചെറിയ മനോഹരമായ താഴികക്കുടങ്ങൾ കാണാം. ശ്രീകോവിലിന് മുന്നിൽ ഭജനകളും നൃത്തങ്ങളും അവതരിപ്പിക്കാൻ ഉതകുന്ന ഒരു നൃത്ത മണ്ഡപവും കാണാം. ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ഓരോ ഭക്തനും രാമരാജ്യത്തിൽ എത്തി നിൽക്കുന്ന അനുഭൂതിയിലേക്ക് ആണ്ടുപോകും. വിദൂരപൂർവകാലം ഒരു വേള വർത്തമാനകാലമായി മാറുന്ന അത്യപൂർവമായ അനുഭവത്തിന് സാക്ഷിയാകാൻ ഈ പുണ്യഭൂമിയിൽ എത്തുക തന്നെ വേണം. സീതാരാമന്മാരുടെ വിശുദ്ധിയും നമ്മുടെ മനസ്സിനെ പുണ്യപൂരിതമാകട്ടെ. ശ്രീരാമജയം, സീതാരാമജയം. ഓം ശ്രീരാമായ നമഃ. ഓം ശ്രീരാമായ നമഃ. ഓം ശ്രീരാമായ നമഃ. ചിലർ മത്സ്യമാംസാദികൾ ത്യജിച്ച് വ്രതശുദ്ധിയോടെ കർക്കിടകത്തിൽ ആത്മശുദ്ധി വരുത്തുന്നു. മറ്റു ചിലർ ഔഷധ സേവയിലൂടെ ശരീരത്തെ ശുദ്ധി ചെയ്യുന്നു. ശുഭകരമായ ദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.